ടി വി എസിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ടി വി എസ് 160 4Vയുടെ USD കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ആണ്. പുതിയ മോഡൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ നമുക്കൊരു ഗോൾഡൻ ഫിനിഷിങ്, അതായത് നമ്മുടെ അതിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ ഫിനിഷിങ്, ഇതാണ് നമുക്ക് കണ്ണിൽ ആദ്യം കാണുന്നത്. ഇതിൻ്റെ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് കൂടെ പറയാം. നമുക്കിപ്പോൾ നമ്മൾ എല്ലാ വട്ടവും ചെയ്യുന്നതിൻ്റെ കൂടെ വീൽ ടു വീൽ ഡെമോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീൽ ടു വീൽ ഡെമോ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ അലോയ് വീൽസിൻ്റെ അകത്തൊരു റെഡ് കളേഴ്സ് കൊടുക്കുന്നത്. റെഡ് കളർ നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയാം. കാരണം വെച്ചാൽ വണ്ടിക്കൊരു വലിയൊരു ഹെവി ഫീലിംഗ് കൊടുക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു ക്യൂട്ട്നെസ് കൊടുക്കാൻ വേണ്ടി റെഡ് ഫിനിഷിങ് കൊടുത്തപ്പോൾ ടയറിൻ്റെ തൊട്ടും ഫ്രണ്ടിലും ബാക്കിലും ടയറിലും ആ കളർ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വണ്ടി സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു 270 mm റോട്ടോ പെട്ടൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു വൈഡായിട്ടുള്ള വലിയൊരു റോട്ടോ പെട്ടൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് റോട്ടോ പെട്ടൽ ഡിസ്ക് ബ്രേക്ക് എല്ലാവട്ടവും പറയുന്നുണ്ട്. ബ്രേക്കിംഗ് ആക്യുറസി നമുക്ക് ഇതിൻ്റെ കൂട്ടുന്നുണ്ട്. നമുക്ക് സഡനായിട്ട് പോയി ബ്രേക്കിംഗ് ആക്യുറസി കൂട്ടാൻ വേണ്ടി നമുക്ക് വണ്ടി സ്കിഡിങ് കുറയും. അതിന് വേണ്ടി തന്നെ കമ്പനി ഇതിൻ്റെ അകത്ത് ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ABSൻ്റെ ബെനിഫിറ്റ്. സാധാരണ എല്ലാ വണ്ടിക്കും സിംഗിൾ ചാനൽ കൊടുക്കുമ്പോൾ TVS ഇതിൻ്റെ അകത്ത് ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കോൺട്രിങ് ചെയ്യുന്ന സമയത്തും അല്ലെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി ABS നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ബൈക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് അടിഭാഗം വലിയൊരു മേൽഭാഗം ചെറിയൊരു സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് USD അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ട്രാവൽ ലെങ്ത് കൂടുതലുണ്ട്. നമുക്ക് കോൺട്രിങ് എടുക്കുന്ന സമയത്തും ബ്രേക്കിംഗ് ആക്യുറസിയുടെ സമയത്തും സസ്പെൻഷൻ നല്ല രീതിയിൽ നമുക്ക് സഹായിക്കും. വണ്ടിക്ക് കോൺട്രിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്യുറസി വന്നാൽ വേണ്ടി ബ്രേക്കിംഗ് ആക്യുറസി വന്നാൽ സസ്പെൻഷൻ ഇത് മാത്രമല്ല, നമ്മൾ നല്ല രീതിയിൽ വണ്ടി റൈഡ് പോകുന്ന സമയത്തും സ്പീഡിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോഴും ആ ഷിഫറിങ് നമ്മുടെ റൈഡറിൻ്റെ കയ്യിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഈ സസ്പെൻഷൻ സമയത്ത് അത് മാത്രമല്ല അതിനൊരു ഗോൾഡൻ ഫിനിഷാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ആ ഗോൾഡൻ ഫിനിഷ് കൊടുത്തേക്കുന്നതുകൊണ്ട് അതിനൊരു വണ്ടിയുടെ ബ്ലാക്ക് കളറിനോട് ഈ ഗോൾഡൻ കളറിനോട് വരുമ്പോഴത്തേക്കൊരു അതൊരു ഹെവി ഫീൽ എന്ന് തന്നെയാണ് പറയാം. കാരണം വെച്ചാൽ ഹെവി ഫീൽ വണ്ടി നോക്കുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ്സും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ടച്ച് കൊടുത്തെന്ന് തന്നെ പറയാം. ഇതിൻ്റെ അകത്ത് പറയുന്ന ഏറ്റവും നല്ല വേർഡ് പ്രീമിയം ടച്ച് തന്നെ കൊടുത്തെന്ന് പറയാവുന്നതാണ്. കാരണം വെച്ചാൽ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു റെഡ് കളറും ഗോൾഡിനോട് ചേർന്ന ഒരു പ്രീമിയം ടച്ചാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് TVS കൊണ്ടുവന്നത് തന്നെ. അതിൻ്റെ അകത്തൊരു നമ്മുടെ അവരുടെ പ്രീമിയം വണ്ടികൾക്കകത്തുണ്ടായിരുന്ന ഒരു ഗോൾഡൻ USD ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്പോർട്സ് ബൈക്കുകളിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പ്രീമിയം വണ്ടി അവരുടെ പ്രീമിയം എൻട്രി ലെവലിൻ്റെ അകത്തും അവർ 160 കൊണ്ടുവന്നു. നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ സസ്പെൻഷൻ മേപ്പോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു ക്ലിയർ ലെൻസോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് അത് ഫുള്ളി എല്ലാ ലൈറ്റുകളും യൂസ് ചെയ്തിരിക്കുന്ന LED ആണ്. അതുകൂടാതെ ഒരു DR അത് ക്യൂട്ട് ഡിസൈനുള്ള DR വന്നത്. DRനകത്ത് തന്നെ കമ്പനിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു അട്രാക്ഷനാണ് കാണുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ബാറ്റിൻ്റെ ഡിസൈൻ എന്ന് തന്നെ പറയാം. ബാറ്റ് ഡിസൈനോട് കൂടി ഒരു LED DR കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ്. ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ കമ്പനി ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. എല്ലാ വണ്ടിക്കും കമ്പനി ഇപ്പം തന്നെ LED ഹെഡ്ലൈറ്റ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രീമിയം വണ്ടിക്കകത്ത് വരുന്ന അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്ത് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അവിടെ നിന്ന് മേപ്പോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അകത്ത് ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തേക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഫ്രണ്ടിൽ നിന്നുണ്ട്, അതായത് ഫ്രണ്ട് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗ്രാഫിക്സിൻ്റെ ഒരു ടച്ച് ബോഡിക്കകത്ത് എല്ലാം ആ ടച്ചുകൾ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ അവരുടെ TVSന് X കണക്ട്, അതായത് സ്മാർട്ട് കണക്റ്റിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മേളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള കൺസോളാണ് കാണുന്നത്. ഒരു ചെറിയൊരു കൺസോൾ തന്നെയാണ്. പക്ഷേ ഈ ചെറിയ കൺസോളിൻ്റെ അകത്ത് കമ്പനി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് കൺസോൾ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഇൻഡിക്കേഷനും അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ്റെ ആയാലും ABSൻ്റെ ആയാലും ഹെഡ്ലൈറ്റിൻ്റെ ആയാലും ന്യൂട്രലിൻ്റെ ആയാലും പെട്രോളിൻ്റെ ആയാലും എല്ലാ ഫംഗ്ഷനും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ആഡ് ചെയ്താൽ ഏകദേശം 120ഓളം ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത് ആഡ് ചെയ്താൽ, അതായത് 10x10 നാവിഗേഷന്, മിസ് കോഡ് അലേർട്ട്, മെസ്സേജ് അലേർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ 2 സ്വിച്ചുകൾ വരുന്നുണ്ട്. സെറ്റിംഗ് സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സാണ്
ഇതിൻ്റെ അകത്ത് 3 മോഡാണ് വരുന്നത്. 3 മോഡെന്ന് പറഞ്ഞാൽ റെയിൻ, അർബൻ, സ്പോർട്ട് മോഡെന്ന് പറയുന്നത് 3 മോഡാണ് വരുന്നത്. നമുക്ക് റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് റെയിനുള്ള സമയത്ത് റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ആക്യുറസി, അതായത് ബ്രേക്കിംഗ് ആക്യുറസി ഒന്നുകൂടെ കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾഡ് ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നോക്കിയാൽ ഒരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ബാക്കിയുള്ള വണ്ടിക്കകത്തെല്ലാം ഒരു ഷോർട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഹാൻഡിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ഇരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ കൈ ഇരിക്കുന്ന പൊസിഷൻ. അതായത് ഹാൻഡിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിലും, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഹാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷോർട്ട് ഹാൻഡിലാണ് അത്. നമുക്ക് റൈഡിങ് കംഫോർട്ട്, അതായത് നമുക്ക് റൈഡിങ് കംഫോർട്ട് ഇതിൻ്റെ നല്ല തരും. അതേപോലെ തന്നെ ഇതിൻ്റെ കീ നോക്കിയാൽ തന്നെ ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു കീ ആണ് വരുന്നത്. ഫുള്ളി പ്രീമിയം, അതായത് പ്രീമിയത്തിൻ്റെ ഒരു കീ ആണ് ഇതിനകത്ത്. അതിൻ്റെ അത് ടി വി എസിൻ്റെ ലോഗോസ് വരുന്നുണ്ട്. അതിൻ്റെ അത് കീ നോക്കിയാൽ വേവ് ലെങ്ത് കീ ആണ് വരുന്നത്. അതും ആ കീക്കകത്തും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് വേവ് ലെങ്ത് കീ വരുന്നത്. അതും ഒരു ക്യൂട്ടായിട്ടുള്ള കീസാണ് വരുന്നത്. ദെൻ കീന്ന് ഹാൻഡിലും ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് ടാങ്കാണ്, 12 ലിറ്ററിൻ്റെ ടാങ്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആ ടാങ്കിൻ്റെ അകത്ത് തന്നെ ബോഡി ഗ്രാഫിക്സും ടി വി എസിൻ്റെ എംബ്ലവും, അതേ ടി വി എസിൻ്റെ എംബ്ലമായ കുതിരയുടെ എംബ്ലവും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എയർ ഡക്കുകൾ എയർ ബോളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിക്കകത്ത് തന്നെ ഒരു ഗ്രാഫിക്സ്, അതായത് RTRൻ്റെയും റെഡിൻ്റെയും ഗ്രേയുടെയും ഒരു ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനുള്ള ഗ്രാഫിക്സ്. അത് ബോഡി ടാങ്ക് ഒരു ടാങ്കിൻ്റെ അകത്ത് അഡീഷണൽ ഒരു പ്രൊട്ടക്ഷൻ കവറുകൾ കൊടുത്തിട്ട് ടാങ്കിന് സ്കേറ്ററിങ് കൊടുത്തിട്ട് ടാങ്ക് ഒരു വലിയൊരു ഫീല് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഒരു വൈഡ് സീറ്റാണ് വരുന്നത്. സീറ്റിന് തന്നെ ബ്ലാക്ക് ആൻഡ് ഫ്ലൂറസൻ്റ് റെഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കിൻ്റെയും ഫ്ലൂറസൻ്റ്, അതായത് റൈഡർക്കും ബാക്ക് പില്ലിയൻ ഡ്രൈവർക്കും നല്ല രീതിയിൽ കംഫോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സീറ്റ് ഇത് ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് റെയിൽ കാണാം, ഒരു ഗ്രേ കളർ ഗ്രാഫ് റെയിലാണ് വരുന്നത്. അതിനുശേഷം സീറ്റിന് തൊട്ട് താഴെ നോക്കുമ്പോൾ ഒരു 160യുടെയും 4Bയുടെയും ബാഡ്ജിങ്ങോട് കൂടിയ ഒരു അതായത് ബോഡിയുടെ ഒരു സ്കേറ്ററിങ് പോർഷൻ കാണാൻ പറ്റും. അതും നല്ല ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വരുമ്പോൾ സാരി ഗാർഡും ഫുഡ് റെസ്റ്റും കാണാൻ പറ്റും. ബാക്കിയിരിക്കുന്ന ലേഡീസിന് കാല് വെക്കാനുള്ള ഫുഡ് റെസ്റ്റ്, അല്ലാത്ത അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിരിക്കുന്നവർക്കും വെക്കാനുള്ള ഫുഡ് റെസ്റ്റും ഇൻബിൽറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ടയറിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ടയറും 17 ഇഞ്ച് ആണ്, റെഡ് അലോയ്സ് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ വൈഡ് ടയർ, മറ്റേനേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ടിലെ ടയറിനേക്കാളും കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ടയറാണ്. പിന്നെ അതിനേക്കാൾ ഏറ്റവും ഞാൻ പല വണ്ടികൾക്കും കാണാത്തൊരു ഫീച്ചേഴ്സാണ് അത്. ഈ വണ്ടിക്കകത്ത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് എടുത്തു പറയാമെന്ന് വിചാരിച്ചു. പല വണ്ടിക്കകത്തും കാണാത്തതിനോട്ട് ഇതിൻ്റെ ബാക്കിലെ ടയർ നോക്കുമ്പോൾ ഒരു ബാക്ക് ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഇപ്പം നേക്കഡ് വണ്ടീസാണ് വരുന്നത്. നേക്കഡ് വണ്ടിക്ക് വരുന്ന ടയറിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളമുള്ള റോഡിൽ പോകുമ്പോൾ ചള്ളയടിച്ച് ബാക്കി നമ്മുടെ ഡ്രസ്സിലോ ക്ലോത്തിലോട്ടാവാം, അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്നവരുടെ ക്ലോത്തിലോട്ടാവാനുള്ള ഒരു ഇതുണ്ട്. അല്ലാതെ പുറകെ വരുന്ന ആൾക്കാരുടെ ദേഹത്തോട്ട് ചള്ള തെറിക്കാനുള്ള അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് നല്ല രീതിയിൽ അത് പല വണ്ടിക്കകത്തും ഇല്ലാത്തൊരു ഫീച്ചേഴ്സ് ടി വി എസിൻ്റെ അകത്ത് കൊടുത്തു. അതിൻ്റെ അകത്ത് ടി വി എസ് അവരുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. RTR എന്നുള്ള ഈ വണ്ടിയുടെ ബാഡ്ജിങ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ടയർ തന്നെ ഒരു ബിഗ്ഗർ ടയർസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒരു ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ അകത്ത് ടെയിൽ ലാമ്പിൻ്റെ അകത്ത് വൈറ്റ് ടെയിൽ ലാമ്പാണ് വിത്ത് LED ടെയിൽ ലാമ്പ്സാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഹാലജൻ ബൾബ്സ് ആണ് വരുന്നത്. അതിനുശേഷം താഴെ റിഫ്ലക്ടർ കൊടുത്തത്, 2 സൈഡിൽ റിഫ്ലക്ടർ ഉണ്ട്, താഴെ ടെയിലും റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെയിൻ, അതായത് ഹാഫ് കവർ, ഫുള്ളി കവർ എന്ന് പറയാൻ പറ്റത്തില്ല, ഹാഫ് കവറായ ഒരു ചെയിൻ കവറാണ് കാണാൻ കഴിയുന്നത്. ചെയിൻ കവറിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ ചെയിൻ്റെ അകത്തുനിന്നുള്ളത് നമ്മുടെ ഡ്രസ്സിലോട്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഹാഫ് കവർ ചെയ്ത ചെയിൻ കവർ കാണാൻ പറ്റും. അതിനുശേഷം ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ബാക്കിലും റോട്ടോപെട്രൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലും റോട്ടോപെട്രൽ ഡിസ്ക് ബ്രേക്കാണ്. അത് 200 mm ഒരു റോട്ടോപെട്രൽ ഡിസ്ക് ബ്രേക്കാണ്. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു ഇത് ഡുവൽ ചാനൽ ABS ആണ്. ഡുവൽ ചാനൽ ABSൻ്റെ കണക്ഷനും ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൈലൻസർ നോക്കിയാൽ തന്നെ സൈലൻസർ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായുള്ള ഫീച്ചേഴ്സിലൊന്നാണ് സൈലൻസർ. അത് നമുക്ക് ബാക്കിയുള്ള ബൈക്കിൽ ലെങ്തി സൈലൻസർ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഷോർട്ട് സൈലൻസറാണ് കാണുന്നത്. ഈ ഷോർട്ട് സൈലൻസർ വരുമ്പോഴത്തെ വണ്ടിയുടെ ബീറ്റ് സൗണ്ട്, അതായത് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങുള്ള ബീറ്റ് സൗണ്ട് നമുക്കൊന്ന് കേൾക്കേണ്ടതിനാണ്. ഭയങ്കരമായിട്ട് ഒരു എടുപ്പ് വരുന്ന രീതിയിലുള്ള ബീറ്റ് സൗണ്ടാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ രീതിയിലും, അതായത് എല്ലാ രീതിയിലും നോക്കിയാലും എഞ്ചിനായാലും ബോഡി ആയാലും ഫുള്ളി കവേർഡ്. നേക്കഡ് ആണോ വെച്ചാൽ നേക്കഡാണ്, കവേർഡ് ആണോ ചോദിച്ചാൽ കവേർഡാണ്.
ഫുള്ളി കവേർഡ് ചെയ്തുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ്റെ താഴെ തന്നെ കമ്പനി ഇൻബിൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എഞ്ചിന് താഴെ തന്നെ എഞ്ചിൻ ഗാർഡ് അല്ലെ എഞ്ചിൻ കവർ കൊടുത്തിട്ടുണ്ട്. അത് എഞ്ചിൻ്റെ അകത്തുള്ള ചൂടുകളൊന്നും വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി എഞ്ചിൻ കവർ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് എഞ്ചിൻ്റെ അകത്തൊരു TVSൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് 160 cc ആണ് എഞ്ചിൻ വരുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 1731 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിൻ്റെ ടോർക്ക് പറയുമ്പോഴത്തേക്ക് 1473 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത് ആയാലും ലെങ്ത് ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും നമുക്ക് ഒന്ന് നോക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും വിഡ്ത്തിൻ്റെയും ബാക്കിയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഓവറോൾ ലെങ്ത് വരുമ്പോഴത്തേക്ക് 2035 ഓവറോൾ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുമ്പോഴത്തേക്ക് 1790 വിഡ്ത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 800 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട വേറെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 1357 ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 150 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഫീച്ചറുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി RTR എന്ന് പറയുമ്പോൾ എപ്പോഴും പെർഫോം ഓറിയൻറ്റഡ് ആണ് എന്ന് പറയുന്നല്ലോ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 114 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഫ്യൂച്ചറായിട്ട് ഞാനിത് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിറ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടത്, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് 0 to 80 എത്താൻ വേണ്ടി 0 to 80 9.84 സെക്കൻഡിലാണ് 0 to 80 എത്തുന്നത്. അതായത് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ എടുത്തൊരു പറയേണ്ട ഒരു ഫീച്ചറാണ്. കാരണം വെച്ചാൽ പെർഫോമൻസ് ഉള്ള വണ്ടിയുടെ സസ്പെൻഷൻ സാധാരണ നല്ല കാര്യത്തില്ല. പക്ഷേ TVS പെർഫോമൻസിൻ്റെ അകത്തും സസ്പെൻഷൻ്റെ അകത്തും എല്ലാ കാര്യത്തിൻ്റെ അകത്തും അടിപൊളി ഫീച്ചേഴ്സാണ് കൊടുത്തത്. ഇതിൻ്റെ അകത്ത് മോണോഷോക്ക് സസ്പെൻഷനാണ് TVS കൊടുത്തത്. മോണോഷോക്ക് സസ്പെൻഷൻ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു USB സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. ട്രാവൽ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് റൈഡ് കംഫോർട്ട്. പുതിയ RTRൻ്റെ അകത്ത് ഓൾറെഡി പെർഫോമൻസ് ഓറിയൻ്റ് ആയാലും ഫ്യൂച്ചേഴ്സ് ഓറിയൻ്റ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വണ്ടി തന്നെ പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും നാൾ വണ്ടി കിട്ടിയ ഒരു പ്രീമിയം, അതായത് റേറ്റ് കുറഞ്ഞ വണ്ടിക്കകത്ത് ഒരു പ്രീമിയം ഫീച്ചേഴ്സുകൾ നമുക്ക് കിട്ടുന്നില്ല. അതിനുവേണ്ടിയാണ് TVSൻ്റെ അത് പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ USB ഉൾപ്പെടുത്തി, അതായത് ഗോൾഡൻ ഫിനിഷ് കൊടുത്തു, ഡ്യുവൽ ചാനൽ ABS കൊടുത്തു, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തു. ക്ലസ്റ്ററിൻ്റെ അകത്ത് തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് കൊടുത്തു. ബ്ലൂടൂത്ത് കണക്റ്റഡ് വന്നപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇൻക്ലൂഡ് ചെയ്ത് 120 ഫീച്ചേഴ്സുകൂടെ അതിൻ്റെ കൂടെ ചേർന്ന് കിട്ടി. വണ്ടി ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യൂട്ട്നെസ്സും ഗ്രാഫിക്സും പെർഫോമൻസും റൈഡിങ് കംഫോർട്ടും എല്ലാം കൊണ്ടും ഇതൊരു ഫുള്ളി എക്യൂപ്ഡ് വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും. എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി ഒരു എക്യൂപ്പ് ചെയ്തൊരു വണ്ടി തന്നെ പറയാൻ പറ്റും. നിങ്ങൾ ഏതായാലും ഒന്ന് വന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വീഡിയോ പറയുന്നതിനോട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതല്ല, നിങ്ങൾ റൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള TVSൻ്റെ ഷോറൂമിൽ പോയി വണ്ടി റൈഡ് ചെയ്ത് നോക്കുക. റൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാവും. TVS എപ്പോഴും പെർഫോമൻസും ഫീച്ചേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ സൈൻ ഓഫ് മുകേഷ്.